പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമുക്കിന്ന് എക്കണോമിക്സിൻ്റെ ഒരു ക്ലാസ്സാണ്. മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സെഷനാണെന്നറിയാം. മാസ്റ്റർ ക്ലാസ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൃത്യമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാസ്റ്റർ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു PSC പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോർ ടോപ്പിക്കുകൾ, സാധാരണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇന്ന് എക്കണോമിക്സിൽ നിന്നും ഇന്ത്യയുടെ പണനയത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതായത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI. നമ്മളതിനെ ഷോർട്ടായിട്ട് RBI എന്ന് പറയും. നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാം, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത്, അതിന് കാരണവും നിതാന്തവുമായത് ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊള്ളുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം, ശുപാർശ പ്രകാരം. ഏത് വർഷം? 1926 ഇങ്ങനൊരു കമ്മീഷന്റെ ശുപാർശ ഉണ്ടായത്. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി ആണ് ആര്? റീഡിംഗ് പ്രഭു. ഇതെല്ലാം PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ഈ ഒരു കമ്മീഷൻ 1926 ഇനി ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂലധനം എത്രയാണെന്ന് ചോദിച്ചാൽ 5 കോടി രൂപയാണെന്ന് പറയാം. ഇന്ത്യയുടെ പണനയത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെറ്റാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. അതായത് ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ 1926. ഇത് ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയുടെ പേര് ചോദിച്ചാൽ റീഡിംഗ് പ്രഭുവാണ്. ഇത് ഇന്ത്യയിൽ വന്നപ്പോൾ, അതായത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെടുന്ന പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂലധനം 5 കോടി രൂപയാണ്. ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും അടിപൊളിയാണോ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരാം. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കണം, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കുറച്ച് വർഷങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതായത് റിസർവ് ബാങ്ക് ആക്ട് പാസ്സായത് 1934. പക്ഷേ റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1 എന്നാൽ റിസർവ് ബാങ്ക് ആക്ട് പാസ്സാവുന്നത് 1934 ആണ്. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 എന്നാൽ ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് 1949 ആണ്. അപ്പോൾ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ആക്ട് നിലവിൽ വരുന്നത് 1934. 35 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിക്കുന്നത് 1949 ജനുവരി 1 ഭാരതീയ റിസർവ് ബാങ്കിനെ
ഇന്ത്യയുടെ ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949-ലാണ്. ശ്രദ്ധിക്കണം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനമാണ് മുംബൈയിലെ നരിമാൻ പോയിന്റ്. മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ആദ്യ ആസ്ഥാനം കൽക്കട്ട. റിസർവ് ബാങ്കിന്റെ ആദ്യ ആസ്ഥാനം കൽക്കട്ടയായിരുന്നു. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം നരിമാൻ പോയിന്റ് ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൽക്കട്ടയിലായിരുന്നതിനെ മുംബൈയിലേക്ക് മാറ്റിയത് 1937-ലാണ്. തുടക്കത്തിൽ കൽക്കട്ടയിലായിരുന്നു. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. ആ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിലായിരുന്നു. അവിടുന്ന് 37 ആയപ്പോൾ അതിനെ എങ്ങോട്ടേക്ക് മാറ്റി നട്ടു? മുംബൈയിലേക്ക്. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നു. 1949 മാർച്ച് 16-നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയിൽ കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. ഇന്ത്യയിൽ കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. ഇന്ത്യയിൽ കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അനുമതിയുള്ളത്, അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ്. എന്നാൽ റിസർവ് ബാങ്കിന്റെ ആദ്യകാല ആസ്ഥാനം കൽക്കട്ട. എന്നാൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയ വർഷം ചോദിച്ചാൽ 37-ലാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത് 1949 മാർച്ച് മാസം 16-ാം തീയതി. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം റിസർവ് ബാങ്കിന് മാത്രമാണ് ഉള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസി നോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപയാണ് പരമാവധി മൂല്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസി നോട്ടിന്റെ മൂല്യം 10,000 രൂപയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് 1995-ലാണ്. ഇനി ഇന്ത്യയിലെ ബാങ്കുകളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. ശ്രദ്ധിക്കൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം കൊണ്ടുവന്നത് 1995-ലാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്തു പ്രകാരമാണ്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ 2006-ലെ സ്കീം പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വയ്ക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാനുള്ള കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതിനപ്പുറത്തേക്ക് പറ്റില്ല. 10,000-മാണ് പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന നോട്ടിന്റെ മൂല്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 1995-ലാണ്. ഇനി ഇന്ത്യയിലെ ബാങ്കുകളെ സംബന്ധിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത് 2006 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ കുറേ ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളുടെ എല്ലാം പ്രവർത്തനം നടക്കുന്നത് 1949-ലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഈ ബാങ്കുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ബാങ്കുകൾ പ്രവർത്തിക്കാൻ ഒരു പ്രവർത്തന രീതിയുണ്ട്. ഈ ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് 1949-ലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് RBI ആണ്. ഇനി ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്.
കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ശാഖകളുള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ശാഖകളുള്ളത്. ഇനി ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് RBI ആണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്ന റിസർവ് ബാങ്കാണ്. കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരവും, എന്നാൽ റിസർവ് ബാങ്കിന് ശാഖകളുള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് ആരാണ്? ഉത്തരം റിസർവ് ബാങ്കാണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇനി വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. അതിനകത്തൊരു വൃക്ഷമുണ്ട്, അത് എണ്ണപ്പനയാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളിൽ ഇതെല്ലാം ഉണ്ടാകും. വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 1 രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. റിസർവ് ബാങ്ക് ഗവർണറാണ് 1 രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ കറൻസികളിലും ഒപ്പിടുന്നത്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്, വൃക്ഷം എണ്ണപ്പനയാണ്. എന്നാൽ വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പണസംബന്ധമായ മുഴുവൻ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 1 രൂപ ഒഴികെയുള്ള എല്ലാ കറൻസികളിലും റിസർവ് ബാങ്കിന് ഗവർണറാണ് ഒപ്പിടുന്നതെങ്കിൽ 1 രൂപയിൽ ആര് ഒപ്പിടും? അത് ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പിടുക. ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 1 രൂപ നോട്ട് ഇപ്പൊ ഇല്ല. 1 രൂപ നോട്ട് നിർത്തലാക്കിയത് 1994 1 രൂപ നോട്ട് നിർത്തലാക്കി. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. എന്നാൽ അദ്ദേഹം ഒരു വിദേശിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും? റിസർവ് ബാങ്കിന്റെ ഗവർണറായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ദേശ്മുഖ്, CD ദേശ്മുഖ്. റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ചേർന്ന് 5 പേരുണ്ട്. ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്. അപ്പോ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറായ ആദ്യത്തെ ഇന്ത്യക്കാരൻ CD ദേശ്മുഖാണ്. റിസർവ് ബാങ്കിന് ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്. ശ്രദ്ധിക്കാം ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന വ്യക്തിയാണ് ബെനഗൽ രാമറാവു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായും റിസർവ് ബാങ്കിന്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ച ആളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്, റിസർവ് ബാങ്കിന്റെ ഗവർണറും ആയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 ഒരു ധനകാര്യ വർഷം എന്ന് പറയുന്നത്. തുടങ്ങുന്നത് ഏപ്രിൽ 1 അടുത്ത മാർച്ച് 11 അവസാനിക്കും. നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിന്റെയും ഒരു നിശ്ചിത ശതമാനം അവിടെ കരുതൽ ധനമായി സൂക്ഷിക്കണം. ഇതിനെയാണ് ക്യാഷ് റിവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് വാണിജ്യ ബാങ്കുകൾ അവരുടെ ആ ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ഇതിനെയാണ് കരുതൽ ധനാനുപാതം. എന്താണ് റിപ്പോ എന്നറിയാമോ? റിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾക്ക് പണം കൊടുക്കും. ആ പണം എന്ന് പറയുന്നതിന്റെ പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ എന്ന് വിളിക്കുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന
വായ്പകൾക്കുള്ള പലിശ നിരക്കാണ് റിപ്പോ. റിസർവ് ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾ വന്ന് കടം വാങ്ങും, അല്ലെ, അത് വായ്പ വാങ്ങും. അതിൻ്റെ പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ എന്ന് പറയണത്. എന്നാൽ എന്താണ് ഈ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ? റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും പൈസ കടം വാങ്ങും. അതിന് നൽകുന്ന പലിശയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. റിപ്പോയുടെ റിവേഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കാര്യം കൂടി, ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് 9995027074 ഈ നമ്പർ സേവ് ചെയ്യുക. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്, എൻ്റെ പ്രൈവറ്റ് നമ്പറാണ്. നിങ്ങൾ എന്തെങ്കിലും PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരു ക്ലാസ് കണ്ടു പോകുമ്പോൾ നിർബന്ധമായ ഒരു കോമെൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ കൊടുക്കുക. നമുക്കൊന്ന് സെറ്റായി യൂട്യൂബിലെ ഏറ്റവും ടോപ്പിലേക്ക് വരണം. അത് വരുമോ? നിങ്ങൾ പറ. അപ്പോൾ നമുക്കൊരു ഡിസ്കഷൻ എന്തായാലും വെക്കണം. ഇതിന് നമുക്ക് പുതിയ എന്തൊക്കെ കൂടുതൽ വ്യൂസ് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാം, വ്യൂവേഴ്സിനെ കിട്ടാൻ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.